നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്നത്. കേരളത്തിൽ നിന്നടക്കമുള്ള 26 ഹർജികൾ. ഹർജികൾ പരിഗണിക്കുന്നത് കൗൺസിലിംഗ് നടപടികൾ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ച സാഹചര്യത്തിൽ. PSC കോഴ വിവാദം അന്വേഷിക്കാൻ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. അന്വേഷണം കോഴിക്കോട്ടെ യുവ നേതാവിനെതിരായ കോഴ ആരോപണത്തിൽ. ജില്ലാ സെക്രട്ടറിയാണ് അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. ആരോപണ വിധേയനായ യുവ നേതാവ് മറ്റു നേതാക്കളുടെ പേരിലും കോഴ വാങ്ങിയെന്ന് പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച വിലയിരുത്തലിന് CPI നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാന കൗൺസിൽ ചർച്ച ചെയ്യുന്നത് ഓരോ ജില്ലയിലെയും വിലയിരുത്തലുകൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട്. ഇന്ന് സംസ്ഥാന നിർവാഹക സമിതി യോഗവും നാളെ മുതൽ 2 ദിവസം സംസ്ഥാന കൗൺസിലും ചേരും. 11-ന് ദേശീയ നേതൃയോഗങ്ങളും തുടങ്ങും. ജില്ലാ റിപ്പോർട്ടുകളിൽ സർക്കാരിന്റെ വീഴ്ചകളും മുന്നണിയുടെ പോരായ്മകളും ചർച്ചയാകും. ഇന്നും നാളെയും റേഷൻ വ്യാപാരി സംഘടനകളുടെ കടയടപ്പ് സമരം. വേതന വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തെ തുടർന്ന് 2 ദിവസം പൂർണ്ണമായും റേഷൻ വിതരണം മുടങ്ങുമെന്ന് സൂചന. സമരം വ്യാപാരികളുടെ സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതി, കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ. കൊച്ചിയിൽ ബൈക്കുമായി അഭ്യാസ പ്രകടനം നടത്തിയ ആൾക്കെതിരെ നടപടി. തിരുവനന്തപുരം സ്വദേശിയോട് ഹാജരാവാൻ ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കിരൺ ജ്യോതിയെ കണ്ടെത്തി. നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ച ഇന്നും തുടരും. പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകളിലാണ് ചർച്ച. പക്ഷിപ്പനി നിയന്ത്രണ വിധേയമാകുന്നതിനും പടരാതിരിക്കാനും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ച് CK ആശ MLA മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കും. ചർച്ചകൾക്കും ശ്രദ്ധ ക്ഷണിക്കലിനും മന്ത്രിമാർ മറുപടി നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 3ാം തവണ പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അത്താഴ വിരുന്നൊരുക്കും. നാളെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി. ജൂലൈ 9, 10 തീയതികളിൽ ഓസ്ട്രിയയിലും സന്ദർശനം. പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂരിൽ സന്ദർശനത്തിനായി ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു. പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുലിന്റെ ആദ്യ സന്ദർശനമാണിത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കലാപ ബാധിതരെ സന്ദർശിക്കും. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുമായും രാഹുൽ ചർച്ച നടത്തും. +1 പ്രവേശനത്തിനായുള്ള ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ പ്രവേശനം നേടാം. പ്രവേശനം നേടാനുള്ള സമയം നാളെ വൈകിട്ട് വരെ. മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു. പെരുമാതുറ സ്വദേശി ഷാക്കിറിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് വീണു. അപകടത്തിൽപ്പെട്ട മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടം സംഭവിച്ചത് കടലിലേക്ക് വീണ വലകൾ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ.
പമ്പയാറ്റിൽ ചാടിയ യുവതിക്കായി ഇന്നും തിരച്ചിൽ. കല്ലിശ്ശേരി പാലത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് ആറ്റിലേക്ക് ചാടിയത് പന്തളം സ്വദേശി ഫാത്തിമ. ഇന്നലെ രാത്രി വൈകിയും ഫയർഫോഴ്സ് സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. കുളനട മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ജീവനക്കാരിയാണ് 35-കാരിയായ ഫാത്തിമ. എറണാകുളത്ത് ട്രെയിനിന് മുകളിൽ കയറിയ 17-കാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്യും. മരിച്ച ആന്റണി ജോസ് ട്രെയിനിന് മുകളിൽ കയറിയത് കൂട്ടുകാരുമായുള്ള പന്തയത്തിന്റെ ഭാഗമായെന്ന് സംശയം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് എളമക്കര പോലീസ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. അസം വെള്ളപ്പൊക്കത്തിൽ 8 പേർ കൂടി മരിച്ചതായി റിപ്പോർട്ട്. നിലവിലെ മരണസംഖ്യ 66. ബ്രഹ്മപുത്ര, ബരാക് ഉൾപ്പെടെയുള്ള നദികളിലെ ഒഴുക്ക് അപകടനിലയിൽ. സംസ്ഥാനത്തെ 28 ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഹാഥ്രസ് ദുരന്തത്തിൽ ഗൂഢാലോചന ആരോപിച്ച വിവാദ ആൾദൈവം ഭോലെ ബാബയുടെ അഭിഭാഷകൻ. ദുരന്തത്തിന് കാരണം പ്രാർത്ഥനാ ചടങ്ങിനിടെ അജ്ഞാതർ വിഷം സ്പ്രേ ചെയ്തതാണ് എന്ന് ബാബയുടെ അഭിഭാഷകൻ AP സിംഗ്. ഭോലെ ബാബയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും അഭിഭാഷകൻ. ഹാഥ്രസിലെ ഭോലെ ബാബയുടെ പ്രാർത്ഥനാ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് 121 പേർ. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് തേടും. വിശ്വാസ വോട്ട് നേടിയാൽ മന്ത്രിസഭാ വിപുലീകരണത്തിന് സാധ്യത. വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നത് ചമ്പൈ സോറൻ രാജിവെച്ച ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായതിനെ തുടർന്ന്. 81 അംഗ നിയമസഭയിൽ ഇന്ത്യ സഖ്യത്തിന് 47 MLA-മാരുടെ പിന്തുണ. BJP നയിക്കുന്ന പ്രതിപക്ഷത്തിന് 30 അംഗങ്ങളുടെ പിന്തുണ. വിവാദങ്ങൾക്ക് പിന്നാലെ നിലപാട് തിരുത്തി KSEB. തിരുവമ്പാടിയിലെ റസാഖിന്റെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ജീവനക്കാരെത്തിയത് തഹസിൽദാർ നടത്തിയ സമവായ ചർച്ചകൾക്ക് പിന്നാലെ. സംഭവത്തിൽ KSEB ജീവനക്കാർക്കെതിരെ കേസെടുത്തു. അജ്മലിന്റെ മാതാവിന്റെ പരാതിയിൽ തിരുവമ്പാടി പോലീസാണ് കേസെടുത്തത്. ഒരുമിച്ച് ജീവിച്ചതിനു ശേഷം യുവതി നൽകിയ ബലാത്സംഗ കേസിൽ സുപ്രധാന വിധിയുമായി മധ്യപ്രദേശ് ഹൈക്കോടതി. 10 വർഷം ഒരുമിച്ച് ജീവിക്കുകയും പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത ശേഷം നൽകിയ പരാതി നിലനിൽക്കില്ലെന്ന് കോടതി. യുവതി കേസ് കൊടുത്തത് യുവാവ് വിവാഹത്തിന് വിസമ്മതിച്ചപ്പോൾ. മതിലിടിഞ്ഞ് ഗോവയിൽ 3 മരണം. സംസ്ഥാനത്തിന്റെ പലയിടത്തും മണ്ണിടിച്ചിൽ രൂക്ഷമാണ്. മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മഹദേശ് വന്യജീവി സങ്കേതത്തിലെ പാലി വെള്ളച്ചാട്ടത്തിൽ കുരുങ്ങി നിരവധി പേർ. 4 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ 180 പേരെ രക്ഷപ്പെടുത്തി. സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയെന്ന് വിമർശനം.
മലയാളിയുടെ സാമൂഹ്യ ബോധത്തെ മാറ്റിമറിക്കുന്നതിൽ പി ഭാസ്കരന്റെ കവിതകൾ വൻ സ്വാധീനം ചെലുത്തിയെന്ന് സച്ചിദാനന്ദൻ. പി ഭാസ്കരന്റെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഭാവകവിയും വിപ്ലവ കവിയുമായിരുന്നു പി ഭാസ്കരൻ എന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു. മനുഷ്യന് മാത്രം വില കുറയുന്ന കാലഘട്ടത്തിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ പ്രസക്തി വലുതാണെന്ന് ഡോക്ടർ ഗി വർഗീസ് മാർ കൂറിലോസ്. നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സിന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് ബി കൃഷ്ണകുമാർ, ദേശീയ ചെയർമാൻ ഡോക്ടർ പ്രകാശ് പി തോമസ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. തൃശൂരിൽ പാലിപ്പള്ളിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ടിപ്പർ ലോറി തെങ്ങിലിടിച്ചു മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. കിണറ്റിന്റെ മുകളിൽ ഇരുമ്പ് വലയുണ്ടായിരുന്നതുകൊണ്ട് വലിയ ദുരന്തമൊഴിവായി. പരിക്കേറ്റവരെ വേലുപ്പാടം ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. മകൾ മരിച്ച വിവരമറിഞ്ഞ് തളർന്നു വീണ് ചികിത്സയിലായിരുന്ന അമ്മയും മരിച്ചു. തൃശൂർ ചാവക്കാട് കടപ്പുറം സ്വദേശി 75 വയസ്സുള്ള നഫീസയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മകൾ ആരിഫ മരിച്ചത്. മരണവാർത്ത അറിഞ്ഞ ഉടൻ നഫീസയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി. തോമസിന്റെ വീട്ടിലെത്തി മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ എന്നിവരാണ് സഹായം കൈമാറിയത്. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ ലോക കേരള സഭയിൽ പങ്കെടുത്ത പ്രവാസി വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ നോർക്ക വഴി നൽകിയ തുകകളടക്കം 14 ലക്ഷം രൂപയാണ് കുടുംബത്തിന് നൽകിയത്. സാമ്പത്തിക സഹായത്തിനൊപ്പം ബിനോയ് തോമസിന്റെ മകന് ജോലി വാഗ്ദാനം ചെയ്തതായി മന്ത്രിമാർ അറിയിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പലൂരിൽ റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. കൂനിയാറ നഗർ വൃന്ദാവനം റോഡിൽ നിന്നുമാണ് 17 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ചെടിയുടെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AV മോയിഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. എറണാകുളം ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ ചികിത്സ തേടിയത് 5400-ലേറെ പേർ. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവ വ്യാപകമാണ്. കുവൈറ്റിൽ മരണപ്പെട്ട കാസർഗോഡ് നിവാസികളുടെ ബന്ധുക്കൾക്കുള്ള സഹായധനം കൈമാറി. ചെർക്കുള കുണ്ടടുക്കയിലെ കെ രഞ്ജിത്ത്, തൃക്കരിപ്പൂർ സ്വദേശി പി കേളു എന്നിവരുടെ കുടുംബാംഗങ്ങൾക്കാണ് സർക്കാർ സഹായം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈമാറിയത്. MLA മാർ, ജില്ലാ കളക്ടർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറം കോട്ടയ്ക്കൽ കാവതിക്കളത്ത് കാറും ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. മലപ്പുറം കോട്ടയ്ക്കൽ കാവതിക്കളം സ്വദേശി മുട്ടപ്പറമ്പൻ ഇബ്രാഹിമിന്റെ മകൻ മുഹമ്മദ് സിനാനാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. മൃതദേഹം കോട്ടയ്ക്കൽ മിംസ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ തൃണമൂൽ MP മഹുവ മൊയ്ത്രയ്ക്കെതിരെ കേസ്. നടപടി എക്സിൽ നടത്തിയ പരാമർശം വിവാദമായതിനെ തുടർന്ന്. വിവാദമായത് നേതാവിനെ താങ്ങി നടക്കുന്ന തിരക്കിലാണ് രേഖാ ശർമ്മ എന്ന പരാമർശം. വസതിയിൽ യോഗം ചേർന്ന മഹാഗത്ബന്ധൻ MLA മാർ.
വിശ്വാസ വോട്ടെടുപ്പ് ജയിക്കുന്നതിനാണ് യോഗമെന്ന് JMM നേതാവ് മിഥിലേഷ് കുമാർ ഠാക്കൂർ പറഞ്ഞു. സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുമെന്നതും പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്തം എങ്ങനെ നിറവേറ്റണമെന്നതും യോഗത്തിൽ ചർച്ച ചെയ്തു. മനുഷ്യത്വത്തിനും മതസൗഹാർദ്ദത്തിനും പേരുകേട്ട മമ്പുറം അലവി മൗലദ്വീല അൽ ഹുസൈനി തങ്ങളുടെ 186ാമത് ആണ്ടുനേർച്ചയ്ക്ക് തുടക്കം. മമ്പുറം തങ്ങൾ മഖാം സിയാറത്തിന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. മഖാമിൽ വെച്ച് കൂട്ടപ്രാർത്ഥനയ്ക്കും അബ്ബാസ് അലി തങ്ങൾ നേതൃത്വം നൽകി. മലപ്പുറം ചങ്ങരംകുളത്ത് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം, 7 പേർക്ക് പരിക്ക്. അപകടം ചങ്ങരംകുളത്തെ സ്വകാര്യ ബാർജ് സമീപത്ത് വെച്ച്. അപകടത്തിൽ ആനക്കര സ്വദേശികളായ ആക്കില, അസ്ല, അൻസില, ആത്തിഫ, ഫാത്തിമ, തൻഹ, ദാവൂദ് എന്നിവർക്ക് പരിക്കേറ്റു. രോഗികൾക്ക് ആശ്രയവും സാന്ത്വനവുമാകേണ്ട മലപ്പുറത്തെ താലൂക്ക് ആശുപത്രി ശോചനീയാവസ്ഥയിൽ. ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ചെന്നെത്തുന്ന രോഗികൾക്കല്ല, ആദ്യം ആശുപത്രിക്ക് തന്നെയാണ് കിടത്തി ചികിത്സ വേണ്ടതെന്ന് തോന്നിപ്പോകും. ജീവന് രക്ഷ നൽകുന്ന ആശുപത്രി ജീവന് ഭീഷണിയാകുമോ എന്ന ആശങ്കയിലാണ് ഇവിടെ എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും. കോട്ടയം മെഡിക്കൽ കോളേജ് അനാട്ടമി ലാബിലേക്ക് 60 അനാഥ മൃതദേഹങ്ങൾ കൈമാറി. ബന്ധുക്കൾ എത്താതായതോടെയാണ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി മൃതദേഹങ്ങൾ കൈമാറിയത്. പോലീസ് NOC കാത്ത് 13 അനാഥ മൃതദേഹങ്ങൾ ഇപ്പോഴും മോർച്ചറിയിൽ തുടരുകയാണ്. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരണപ്പെട്ടു. മരിച്ചത് കോന്നി സ്വദേശി ഇഞ്ചപ്പാറ പുത്തൻവീട്ടിൽ കുഞ്ഞമ്മ ജോർജ്. 3 ആഴ്ച മുൻപ് കുഞ്ഞമ്മയ്ക്ക് പാമ്പ് കടിയേൽക്കുന്നത് വീടിന്റെ മുറ്റത്ത് വെച്ച്. കൊച്ചി കുസാറ്റിൽ വിദ്യാർത്ഥിക്ക് H1N1 പനി സ്ഥിരീകരിച്ചു. രോഗബാധയുണ്ടായത് ഫിസിക്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥിക്ക്. രോഗബാധ സ്ഥിരീകരിച്ച് യൂത്ത് വെൽഫെയർ ബോർഡ് ഡയറക്ടർ സർക്കുലർ പുറത്തിറക്കി. രോഗവിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കാതെ സർവകലാശാല അധികൃതർ. കേന്ദ്ര സർക്കാർ നടത്തുന്ന സാംസ്കാരിക പരിപാടികളിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ പാലക്കാട് സ്വദേശിയായ സീതു ശാന്തകുമാർ. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് പരിപാടി. 3 വർഷത്തേക്കാണ് തെരഞ്ഞെടുത്തത്. ഉത്തരാഖണ്ഡ് ചമോലിയിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ തീവ്രത 3.5 രേഖപ്പെടുത്തി. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടേതാണ് വിവരം. മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി R. ബിന്ദു. വിഷയത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും മന്ത്രി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വ്യാപിക്കുമ്പോൾ കൂട്ടവധിയെടുത്ത തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ. കൂട്ടവധി, പ്രതിദിനം 1000-ഓളം രോഗികളെത്തുന്ന ആശുപത്രിയിൽ. കോഴിക്കോട് ചാലിയത്ത് നഗരവനം പദ്ധതി. പ്രകൃതിയുടെ ചെറു പച്ചത്തുരുത്തുകൾ ഇനി കോഴിക്കോട്. 2000-ലധികം തൈകൾ നട്ടുപിടിപ്പിച്ച വനം വകുപ്പ്, നഗരവനം, കേന്ദ്രവനം, പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതി. നിക്ഷേപങ്ങൾ മടക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെ സമരം ഘടിപ്പിച്ച നിക്ഷേപകർ. നെടുങ്കണ്ടത്തെ പ്രധാന ചാക്കയ്ക്ക് മുന്നിൽ നിക്ഷേപകർ ഇന്ന് രാപ്പകൽ സമരം നടത്തും.
ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ തൃശൂർ സ്വദേശി സജീവൻ 2011 റെക്കോർഡ് നേടിയത് കാൽപാദം നോക്കി ആളെ തിരിച്ചറിഞ്ഞു. പ്രത്യേക കഴിവുമായി തൃശൂർ അരിമ്പൂർ സ്വദേശി സജീവൻ 500 പേരുടെയെങ്കിലും കാൽപാദം കണ്ട് സജീവൻ ആളെ തിരിച്ചറിയും. മോദി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി സഖ്യകക്ഷികൾ. ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് TDPയും JDUവും ആവശ്യപ്പെട്ടത് 1000 കോടി രൂപ. ബജറ്റ് അവതരിപ്പിക്കുക ജൂലൈ 23. കൽപ്പറ്റ HIM UP സ്കൂളിലെ ക്ലാസ് മുറികൾ നിറയെ ചിത്രങ്ങൾ. ചിത്രരചനയ്ക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും ആർട്ട് ക്യാമ്പ് എന്ന കൂട്ടായ്മയും. LP വിഭാഗം ക്ലാസുകളിലാണ് ചിത്രരചന നടക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ക്ലാസ് റൂമുകൾ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. തൃശൂർ വിയ്യൂർ ജില്ലാ ജയിലിലെ പച്ചക്കറി കൃഷി കാടുകയറി തരിച്ചു കിടന്ന സ്ഥലം കൃഷിഭൂമിയാക്കി മാറ്റി. പദ്ധതി തുടങ്ങിയത് മുൻ ജയിൽ സൂപ്രണ്ട് അനിൽകുമാറിന്റെ താൽപര്യപ്രകാരമാണ്. കൃഷി ചെയ്യാൻ 20ലേറെ തടവ് പുള്ളികളുമുണ്ട്. കൃഷിയിലൂടെ തടവ് പുള്ളികൾക്ക് മികച്ച വരുമാനവും ജയിൽ വികസനത്തിന് തനത് ഫണ്ടും. കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഇടുക്കിയുടെ അതിർത്തി പ്രദേശമായ ബോഡിമെട്ടിന് സമീപം കുടിവെള്ളത്തിൽ കക്കൂസ് മാലിന്യം കലർത്തിയതായി പരാതി. നിരവധി തോട്ടം തൊഴിലാളികൾ ആശ്രയിക്കുന്ന കുടിവെള്ളത്തിലേക്ക് ശുചിമുറി മാലിന്യം സാമൂഹ്യവിരുദ്ധർ തള്ളി. സംഭവത്തിൽ ശാന്തൻപാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത് 1 മുതൽ 8 വരെ പ്രതികൾ. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ KD പ്രതാപനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ED ഇന്ന് കോടതിയെ സമീപിക്കും. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതാപൻ നിലവിൽ എറണാകുളം ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ കള്ളപ്പണ ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തിയെന്നും ഇത് കണ്ടെത്താൻ കസ്റ്റഡിയിൽ വേണമെന്നുമാകും ED കോടതിയിൽ ആവശ്യപ്പെടുക. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കം സംബന്ധിച്ച കേസുകൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഓർത്തഡോക്സ് വിഭാഗം സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത് സുപ്രീംകോടതിയുടെ അന്തിമ ഉത്തരവ് അനുസരിച്ച് യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികൾ ഏറ്റെടുത്ത് നൽകണമെന്നാവശ്യപ്പെട്ട് ഉത്തരവ് നടപ്പാക്കിയേ പറ്റൂ എന്ന് കഴിഞ്ഞ ദിവസം കോടതി സർക്കാരിന് അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ കേസുകളിൽപ്പെട്ട വിവിധ പള്ളികളിൽ പോലീസ് എത്തിയെങ്കിലും വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവാങ്ങേണ്ടി വന്നിരുന്നു. ഇക്കാര്യം സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കും. ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ട് പൊറുതിമുട്ടി ഇടുക്കി ഹൈറേഞ്ചിലെ കാർഷിക മേഖല. കാർഷിക വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്ന ഇവയെ പ്രതിരോധിക്കാൻ കൃഷിവകുപ്പ് ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷകരുടെ ആവശ്യം. അരൂർ തുറവൂർ ആകാശപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുക്കിൽപ്പെടുത്തുന്നതായി അനക്കേസ് സ്റ്റോറി കഴിഞ്ഞ ദിവസം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വേണ്ടത്ര ക്രമീകരണങ്ങളില്ലാതെയാണ് ആകാശപാതയുടെ നിർമ്മാണമെന്നാണ് ഉയർന്ന ആരോപണം. ജൂലൈ 8 പെരുമൺ ദുരന്തത്തിന്റെ ഓർമ്മദിനം. ഇന്നേക്ക് ദുരന്തത്തിന് 36 വയസ്സ്. ദുരന്തത്തിൽ പൊലിഞ്ഞത് 105 പേരുടെ ജീവൻ.
നെയ്യാറ്റിൻകരയിൽ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണം 5 പേർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ. ബൈക്കിലെത്തിയ 10ഓളം ഗുണ്ടാസംഘം ആക്രമണം അഴിച്ചുവിട്ടത് നെയ്യാറ്റിൻകര മേക്കരി കല്ലുവിളയിൽ വൈകിട്ട് 6 മണിക്ക്. ആലീസ് വർഗീസ് വധക്കേസിൽ പ്രതിയെന്ന് സംശയിക്കപ്പെട്ട ഗിരീഷ് ജയിലിൽ കഴിയവേ നേരിട്ടത് നിരവധി ശാരീരിക പീഡനങ്ങൾ. കസ്റ്റഡിയിലിരിക്കെ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ കാലുകളും നടുവും മുറിഞ്ഞു. 10 വർഷത്തിന് ശേഷം ഹൈക്കോടതി നിരപരാധിയെന്ന് കണ്ടെത്തിയതോടെയാണ് കഴിഞ്ഞ ദിവസം ഗിരീഷ് ജയിൽ മോചിതനായത്. ഗിരീഷിനെ കുറ്റവിമുക്തനാക്കിയ അതേസമയം കേസിൽ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ നീക്കം. അതിരപ്പള്ളി മലക്കപ്പാറ ബസ് സർവീസ് ആരംഭിച്ചിട്ട് 6 പതിറ്റാണ്ട്. ചീനിക്കാസ് ഓട്ടം തുടങ്ങിയിട്ട് 60 വർഷം. കാടിന് നടുവിലൂടെയുള്ള ഈ റൂട്ടിൽ ആദ്യമായി സർവീസ് തുടങ്ങിയത് 1964 രാവിലെ 6:45 ചാലക്കുടിയിൽ നിന്നും യാത്ര ആരംഭിക്കും. രാവിലെ 11:40 വാൽപ്പാറയിലെത്തും. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വകാര്യ ബസ് സർവീസ് കൂടിയാണിത്. തമിഴ്നാട് BSP സംസ്ഥാന പ്രസിഡന്റ് കെ ആംസ്ട്രോങ്ങിന്റെ സംസ്കാര ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂലൈ 5 പെരുമ്പൂരിലെ വസതിക്ക് സമീപം ഒരു സംഘം ആളുകൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഫ്രാൻസ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നിട്ട് നിൽക്കുന്നതായി വിലയിരുത്തൽ. പരാജയം സംബന്ധിച്ച തീവ്ര വലതുപക്ഷ നേതാവ് ബാർഡെല്ല. തിരഞ്ഞെടുപ്പിൽ ഫ്രഞ്ച് വോട്ടർമാർ വലിയ രീതിയിൽ പങ്കാളികളായി. ഗസയിൽ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിച്ചു. നെതന്യാഹു കൂടിയാലോചനകൾ നടത്തിയേക്കും. ചർച്ച യുദ്ധം അവസാനിപ്പിച്ച ഗസയിൽ തടവിലാക്കപ്പെട്ട 120 ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുവാൻ. അമേരിക്കയിലെ ടെക്സാസ് തീരത്തുള്ള തുറമുഖങ്ങൾ അടയ്ക്കുന്നു. ട്രോപ്പിക്കൽ കൊടുങ്കാറ്റ് ബെർലിനെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി. മുംബൈ ബെർലി ഹിറ്റ് ആൻഡ് റൺ കേസ് പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ രാജേന്ദ്ര സിംഗ്, ബിദാവത്, അച്ഛൻ രാജേഷ് ഷാ എന്നിവർ. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ബോധപൂർവ്വ നീക്കം നടക്കുന്നു എന്ന് UDF. വോട്ടർ പട്ടിക പുതുക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥർ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള NGO യൂണിയൻ പ്രവർത്തകരാണെന്നാണ് UDF കൗൺസിലർമാരുടെ ആരോപണം. ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് LDFന്റെ പ്രതികരണം. കുൽഗാമിൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നതായി കണ്ടെത്തൽ. ഭീകരർക്ക് താമസ സൗകര്യമൊരുക്കിയ ഒളിസങ്കേതവും ബങ്കറും സൈന്യം കണ്ടെത്തി. കുൽഗാമിൽ ഇന്നലെ ഹിസ്ബുൾ മുജാഹിദിന്റെ പ്രാദേശിക കമാൻഡർ അടക്കം 6 പേരെ സൈന്യം വെടിവെച്ച് കൊന്നിരുന്നു. ഭീകരരുടെ ആക്രമണത്തിൽ 2 ഇന്ത്യൻ സൈനികരും മരിച്ചു. ത്രിപുരയിലെ ആദ്യ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിലയിരുത്താൻ GB പന്ത് ആശുപത്രി സന്ദർശിച്ച മുഖ്യമന്ത്രി മാണിക് സാഹ. സംസ്ഥാനത്തെ ആദ്യത്തെ ശസ്ത്രക്രിയ ഇന്ന് നടത്തും.
ഗുജറാത്തിൽ 6 നില കെട്ടിടം തകർന്ന് 7 പേർ മരിച്ചു. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി. ഒരാളെ രക്ഷാപ്രവർത്തനത്തിൽ കണ്ടെത്തി. കെട്ടിടത്തിലെ 5 ഫ്ളാറ്റുകളിൽ പ്രദേശത്തെ ഫാക്ടറി തൊഴിലാളികളാണ് താമസിച്ചിരുന്നത്. കെട്ടിട നിർമ്മാതാക്കളുടെ പേരിൽ കേസെടുത്തു പോലീസ്. രാജ്യത്ത് കുട്ടികളിലും കൗമാരക്കാരിലും വൃക്ക തകരാർ കൂടുതലെന്ന് കണ്ടെത്തൽ. 1,40,9,000 കുട്ടികളും കൗമാരക്കാരും വൃക്ക സംബന്ധമായ രോഗങ്ങൾ നേരിടുന്നുവെന്നാണ് പഠനം. തേൻ പരിശോധനാ കേന്ദ്രം അബുദാബിയിൽ സെൻട്രൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയുടെ ഭാഗമായാണ് പുതിയ പരിശോധനാ കേന്ദ്രം ആരംഭിച്ചത്. ആഗോള ടെക് കമ്പനിയായ M42ന്റെയും അബുദാബി ക്വാളിറ്റി ആൻഡ് കൺഫോമിറ്റി കൗൺസിലിന്റെയും നേതൃത്വത്തിലാണ് പരിശോധനാ കേന്ദ്രം നിലവിൽ വന്നത്. തേൻ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്ന് അധികൃതർ. റിയാദിൽ ടാക്സി പെർമിറ്റില്ലാതെ യാത്രക്കാരെ കൊണ്ടുപോയ 1100 ഡ്രൈവർമാർ പിടിയിൽ. രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സഹകരണത്തോടെ ഗതാഗത അതോറിറ്റി സൂപ്പർവൈസറി സംഘം നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേരെ പിടികൂടിയത്. ഇതേ തുടർന്ന് വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചും യാത്രാ സൗകര്യം ഒരുക്കുന്ന അനധികൃത ടാക്സികൾക്കെതിരെ നടപടി ശക്തമാക്കി. പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി സൗദിയിൽ സ്വദേശീവൽക്കരണം. സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയറിംഗ് ജോലികളിൽ 25% സ്വദേശീവൽക്കരണം നടത്തുമെന്ന് സൗദി ഇക്കഴിഞ്ഞ ജനുവരിയിൽ പ്രഖ്യാപിച്ചിരുന്നു. തീരുമാനം ജൂലൈ 21 മുതൽ നടപ്പിലാക്കുമെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ തീരുമാനമനുസരിച്ച് എഞ്ചിനീയറിംഗ് മേഖലയിൽ 5 അതിലധികമോ ജോലിക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ 25% സ്വദേശീവൽക്കരണം നടപ്പിലാക്കണം. തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് വിസ ട്രാൻസ്ഫർ ചെയ്യാൻ അനുമതി. കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരും. 2 മാസത്തേക്കാണ് ഗാർഹിക തൊഴിലാളികളെ സ്വകാര്യ മേഖല വിസയിലേക്ക് മാറ്റാൻ അവസരം നൽകുക എന്ന് അധികൃതർ പറഞ്ഞു. സ്വകാര്യ മേഖലയിലെ തൊഴിലാളിക്ഷാമം പരിഹരിക്കുകയാണ് വിസ ട്രാൻസ്ഫർ അനുമതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ. വ്യാജ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് കുവൈറ്റിൽ ജോലി നേടിയവരെ കാത്തിരിക്കുന്നത് ശക്തമായ നടപടികൾ. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്കായി സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. കൃത്രിമം കാണിച്ചതായി അന്വേഷണത്തിൽ ബോധ്യമായാൽ അവരിൽ നിന്ന് വാങ്ങി ശമ്പളം തിരികെ പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനൊരുങ്ങി സിവിൽ സർവീസ് ബ്യൂറോയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളും. കോടതി വിധിക്കുന്ന പിഴകളും ഇത്തരം ജീവനക്കാർ അടക്കേണ്ടി വരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളും വിദേശികളുമായ ജീവനക്കാരുടെ സർട്ടിഫിക്കറ്റുകളാണ് പരിശോധിക്കുക. എക്സിറ്റ് പോൾ ഫലങ്ങൾ 2ാം ഘട്ട തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രകാരം ഇടതുപക്ഷം ഏറ്റവും വലിയ മുന്നണിയാക്കുമെന്ന റിപ്പോർട്ടുകൾ. തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി അധികാരത്തിലെത്തുന്നത് തടയാൻ ഇടതു പാർട്ടികളുമായി ധാരണയിലെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് മാത്രം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിയെന്നും മാക്രോൺ.
ആശ്വാസം. തക്കാളിയുടെയും പയറിന്റെയും വില പകുതിയായി കുറഞ്ഞു. ഇനിയും കുറയാൻ സാധ്യതയെന്ന് വ്യാപാരികൾ. ഹ്യുണ്ടായി ടാറ്റയുടെ പഞ്ച് ഇവിക്ക് വെല്ലുവിളിയായി ഇൻസ്റ്റർ ഇവി 2026 പുറത്തിറങ്ങും. അടുത്ത വർഷം ആദ്യ പാദത്തിൽ ക്രെറ്റ ഇവിയും അവതരിപ്പിക്കും. കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറക്കി ടാറ്റയോട് മത്സരിക്കാനാണ് ഹ്യുണ്ടായുടെ നീക്കം. ഇന്ത്യൻ സേനയ്ക്ക് കരുത്തേകാനൊരുങ്ങി സോവാനാട്ട് ചെറു ടാങ്കറുകൾ. പ്രതിരോധ ഗവേഷണ ഏജൻസിയായ DRDOയും സ്വകാര്യ സ്ഥാപനമായ NNDയും ചേർന്ന് വികസിപ്പിച്ച തദ്ദേശീയ ചെറു ടാങ്കായ സോറാവാറിന്റെ പരീക്ഷണം അവസാന ഘട്ടത്തിലേക്ക്. ലഡാക്കിലെ നിയന്ത്രണ രേഖയിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ ഘടകമായി സോറാവാർ മാറുമെന്നാണ് പ്രതീക്ഷ. അനൂപ് മേനൻ നായകനായി എത്തുന്ന ചിത്രം ചെക്ക് മീറ്റിന്റെ ടീസർ പുറത്ത്. ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് രതീഷ് ശേഖറാണ്. ലാൽ, രേഖ, ഹരീന്ദ്രൻ, രാജ ലക്ഷ്മി, അഞ്ജലി മോഹൻ, വിശ്വം നായർ തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. അജയ് ദേവഗണും തബുവും ജോഡികളായി എത്തുന്ന ബോളിവുഡ് ചിത്രം ഔറോൺ മേ കഹൻ ദം തായുടെ പുതിയ റിലീസിംഗ് തീയതി അനൗൺസ് ചെയ്തു. വ്യത്യസ്തമായ പ്രണയകഥ പറയുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നീരജ് പാണ്ഡെയാണ്. ഭോല, ദൃശ്യം സീരീസ് എന്നീ സമീപകാല ഹിറ്റുകൾക്കു ശേഷം അജയ് ദേവഗണും തബുവും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ഓഗസ്റ്റ് 2 തിയേറ്ററുകളിലെത്തും. ഇന്ത്യൻ 2യിലെ ഹിറ്റ് പാട്ടിന് ശേഷം തമിഴ് വംശജനവും കനേഡിയൻ ഗായകനുമായ ഹബീബി ആദ്യമായി മലയാളത്തിലേക്ക്. സുരേഷ് ഗോപിയുടെ 257-ാം ചിത്രം വരാഹത്തിന് വേണ്ടിയാണ് ഹബീബി മലയാളത്തിൽ പാടുന്നത്. രാഹുൽ രാജിന്റെ സംഗീതത്തിൽ BK ഹരിനാരായണൻ എഴുതുന്ന സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ പാട്ടാണ് വരാഹത്തിനായി ഹബീബി പാടുന്നത്. ബുജിക്ക് വേണ്ടി ഡബ് ചെയ്യുന്ന കീർത്തി സുരേഷിന്റെ വീഡിയോ പുറത്തുവിട്ടു. ചിത്രത്തിൽ പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവ എന്ന കഥാപാത്രത്തിന്റെ സന്തത സഹചര്യയായ സ്പെഷ്യൽ കാറാണ് ബുജി. പ്രഭാസും ബുജിയും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ബുജിക്ക് വേണ്ടിയാണ് കീർത്തി ശബ്ദം കൊടുത്തിരിക്കുന്നത്. തെലുങ്ക് നാച്ചുറൽ സ്റ്റാർ നാനി നായകനായ പുതിയ ചിത്രം സൂര്യ സ്റ്റാർ ഡേയിലെ നായിക പ്രിയങ്ക മോഹന്റെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തു. വിവേക് ആത്രയ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം DVV എന്റർടൈൻമെന്റ്സ് ആണ് നിർമ്മിക്കുന്നത്. ചാരുലത എന്നു പേരുള്ള പോലീസ് കഥാപാത്രമായാണ് പ്രിയങ്ക അവതരിപ്പിക്കുന്നത്. സൂപ്പർ ഹിറ്റായ ഗ്യാങ് ലീഡറിന് ശേഷം വീണ്ടും നാനി പ്രിയങ്ക മോഹൻ ടീം ഈ ചിത്രത്തിലൂടെ ഒന്നിക്കുകയാണ്. ശേഷം ശിവകാർത്തികേയനും SJ സൂര്യയും വീണ്ടും ഒന്നിക്കുന്നു. 2022 വലിയ വിജയം നേടിയ ഡോൺ ഒരുക്കിയ സിബി ചക്രവർത്തിയുടെ സിനിമയിലാണ് വീണ്ടും ഹിറ്റ് കോംബോ ഒന്നിക്കുന്നത്. ചിത്രത്തിൽ രശ്മിക മന്ദാനയാണ് നായിക. ശിവകാർത്തികേയൻ ഇപ്പോൾ AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന അമരനിൽ അഭിനയിക്കുകയാണ്. ഇന്ത്യൻ 2 ആണ് SJ സൂര്യ വില്ലനായി വരുന്ന അടുത്ത റിലീസ്. മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ റെക്കോർഡിട്ട് അവിനാഷ് സാബിൾ
തന്നെ ദേശീയ റെക്കോർഡാണ് താരം തിരുത്തിക്കുറിച്ചത്. റെക്കോർഡ് നേട്ടം പാരീസ് ഡയമണ്ട് ലീഗിൽ. മത്സരത്തിൽ 6ാം സ്ഥാനത്താണ് താരം ഫിനിഷ് ചെയ്തത്. സിംബാബ്വേക്കെതിരായ രണ്ടാം T20-യിൽ ഇന്ത്യക്ക് 100 റൺസിന് തകർപ്പൻ ജയം. 234 റൺസ് പിന്തുടർന്ന സിംബാബ്വെ 134-ന് ഓൾ ഔട്ട്. സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മ കളിയിലെ താരം. പരമ്പരയിൽ ഒപ്പമെത്തി ഇന്ത്യ. ഫോർമുല 1 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിയിൽ മെഴ്സിഡീസിന്റെ ലൂയിസ് ഹാമിൽട്ടണ് ജയം. സീസണിൽ ബ്രിട്ടീഷ് താരത്തിന്റെ ആദ്യ പോഡിയം. വെർസ്റ്റാപ്പൻ 2ഉം നോറിസ് 3ഉം സ്ഥാനങ്ങളിൽ. വനിതാ T20-യിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം മഴ കാരണം ഉപേക്ഷിച്ചു. മഴയെത്തിയത് 178 റൺസ് വിജയലക്ഷ്യവുമായി ഇന്ത്യ ബാറ്റ് ചെയ്യാനിരിക്കെ പരമ്പരയിൽ ഒപ്പമെത്താൻ ഇന്ത്യക്ക് അവസാന മത്സരത്തിൽ ജയം അനിവാര്യം. വിംബിൾഡൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യന്മാർ കാർലോസ് അൽക്കറാസ് ക്വാർട്ടറിൽ. ഫ്രഞ്ച് താരം യൂഗോ ഹംബർട്ടിനെ തോൽപ്പിച്ചു. ലോക 1 നമ്പർ താരം യാനിക് സിന്നറും അവസാന 8-ൽ. വിംബിൾഡൺ ടെന്നീസിൽ ക്വാർട്ടർ പ്രതീക്ഷയോടെ നൊവാക് ജോക്കോവിച്ച് ഇന്നിറങ്ങും. പ്രീ ക്വാർട്ടറിൽ എതിരാളി ഹോൾഗർ റൂൺ സ്വരേബിനും ഇന്ന് മത്സരം. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്ന് പൂർത്തിയാകും. യൂറോ ക്വാർട്ടറിൽ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇംഗ്ലണ്ട് താരം ബുക്കായോ സാക്കയെ അഭിനന്ദിച്ച് ഇംഗ്ലണ്ടിന്റെ ജാദൻ സാൻചോ. സാക്ക ഇംഗ്ലണ്ടിനെ ജയിപ്പിച്ചത് ഞങ്ങൾക്ക് കൂടി വേണ്ടിയെന്ന് വൈകാരിക കുറിപ്പ്. കഴിഞ്ഞ യൂറോയിൽ പെനാൽറ്റി പാഴാക്കിയതിന് പിന്നാലെയുണ്ടായ വംശീയ വിദ്വേഷം ഓർമ്മിപ്പിച്ച സാൻചോ. റെസ്ലിംഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ താരം ജോൺ സീന. അടുത്ത വർഷം അവസാനത്തോടെ WWE മത്സരങ്ങൾ അവസാനിപ്പിക്കുമെന്ന് താരം. റെസ്ലിംഗ് അവസാനിപ്പിക്കുന്നത് 16 തവണ ലോക ചാമ്പ്യന്മാരായ താരം. കോപ്പ അമേരിക്കയിൽ ഉറുഗ്വേക്ക് തിരിച്ചടി. പരിക്കേറ്റ ഡൊണാൾഡ് അറോഹോ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. കൊളംബിയക്കെതിരായ സെമി ഫൈനലിൽ താരം കളിക്കില്ല. ബ്രസീലിനെതിരായ ക്വാർട്ടർ പോരിനിടെയാണ് അറോഹോയ്ക്ക് പരിക്കേറ്റത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. പ്രഖ്യാപനവുമായി BCCI സെക്രട്ടറി ജയ്ഷാ. രോഹിത്തിന് കീഴിൽ ഇന്ത്യ കിരീടമുയർത്തുമെന്ന് ജയ്ഷാ പ്രതികരിച്ചു. സിംബാബ്വേക്കെതിരായ 3ാം T20 ബുധനാഴ്ച ആരംഭിക്കും. മത്സരം വൈകിട്ട് 4:30 ഹരാരെയിൽ. പരമ്പരയിൽ ലീഡ് നേടാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ. മലയാളി താരം സഞ്ജു സാംസൺ കളിച്ചേക്കും. മിഡ്ഫീൽഡർ തിയാഗോ അൽകാഞ്ചറ ബൂട്ടഴിച്ചു. ഇംഗ്ലീഷ് ക്ലബ് ലിവർപൂളുമായി കരാർ അവസാനിച്ചതിന് പിന്നാലെയാണ് വിരമിക്കൽ പ്രഖ്യാപനം. ബാഴ്സലോണയിലൂടെ കരിയറിന് തുടക്കമിട്ട തിയാഗോ ബയേൺ മ്യൂണിക്കിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ 15 കിരീടങ്ങൾ സ്വന്തമാക്കി. യൂറോകപ്പ് ഫുട്ബോളിൽ സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മത്സരം നാളെ രാത്രി 12:30. രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ടിന് നെതർലാൻഡ്സ് എതിരാളികൾ.